തീർച്ചയായും ശ്രീ പല്ലിശ്ശേരി, സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ അഭ്രവാളിക്ക് പിന്നിലുള്ള കാര്യങ്ങളാണ് ജനങ്ങൾക്കറിയാൻ താല്പര്യവും. നിന്നെ എനിക്കറിയാം എത്രയോ കൊല്ലങ്ങളായിട്ട് എന്ന് കരുതി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഒരു ഘട്ടത്തിൽ നടനെ നിരപരാധിയാണ് എന്ന് അല്ലെങ്കിൽ അപരാധിയാണ് എന്ന് ബോധ്യമാകുന്നതിന് മുമ്പ് വരെ ഒരുപക്ഷെ വിമർശിക്കാം, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നൊക്കെ നിലപാടുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു ആരോഗ്യമായ നിലപാട് എടുത്തു എന്നുള്ളതല്ല. നടനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പീഡനത്തിനിരയായ നടിയെ പോലും അപമാനിക്കാൻ വേണ്ടി അവരുടെ പേര് പറയാനടക്കം രംഗത്തെത്തിയ നടന്മാരുമുണ്ട്. ലാൽ ജോസ് അടക്കമുള്ളവർ നിന്നെ എനിക്കറിയാമെന്ന രീതിയിൽ ദിലീപിനെ വലിയ സപ്പോർട്ട് ചെയ്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇങ്ങനെ ദിലീപിനെ നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഇത്രയേറെ മാഫിയാവൽക്കരണമാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നതെങ്കിൽ ഈ പിന്തുണ ദിലീപിന് സിനിമയ്ക്കുള്ളിൽ നിന്ന് എങ്ങനെ ലഭിക്കുന്നു? പല്ലിശ്ശേരി, ഇപ്പം ഈ പറയുന്ന ഈ അവസ്ഥയിൽ പോലും വലിയ സപ്പോർട്ട് കൊടുക്കുന്നവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു, ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം മലയാളികളുള്ളിടത്തെല്ലാം വളരെ ആകാംക്ഷയോടെയാണ്, വേദനയോടെയാണ് ഈ കേസിനെ നോക്കി കണ്ടിട്ടുള്ളത്. ഇവിടെ എല്ലാവിധ ചർച്ചകൾ നടക്കുമ്പോഴും പീഡനത്തിനിരയായ പെൺകുട്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ അതിനെക്കുറിച്ച് വേദനിക്കുകയോ അധികം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. എന്തിനിവിടെ സ്ത്രീ സമൂഹമുണ്ട്. ഇവിടെ ഈ സ്ത്രീ സമൂഹം പോലും ഒരു പെൺകുട്ടിക്ക് പറ്റിയ, തങ്ങളുടെ കൂട്ടത്തിൽ പറ്റിയ ഒരു പെൺകുട്ടിക്ക് പറ്റിയ ഇത്രയും ഹീനമായ ഒരു പ്രവൃത്തിയെക്കുറിച്ച് അതിനൊരു ഖേദിക്കുകയോ പ്രകടനങ്ങൾ നടത്തുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് അമ്മ മാത്രമല്ല, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും മഹിളാ പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ട്. പേരിന് എന്തെങ്കിലും ചെയ്യുന്നുള്ളതല്ല, ഇവിടെ സംഘടിതമായ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതിനെതിരായിട്ട്? ഞാൻ ഗവൺമെന്റിനോട് സമരം ചെയ്യാന്നുള്ളതല്ല. ഈ പ്രതി എന്ന് പറയുന്നതാണ് ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുവരെ നമ്മുടെ മൂക്കിന് കീഴേ കിടന്ന് വിലസി നടക്കുകയായിരുന്നു. ഇപ്പൊ എനിക്കറിയാം ഈ മനുഷ്യൻ തന്നെ വളരെ മോശമായിട്ടാണ് ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ വളരെ നികൃഷ്ടമായി മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ അദ്ദേഹത്തിന് അഭിനയം എന്ന് പറഞ്ഞാൽ ഈ അഭിനയം തിരശ്ശീലയിൽ കാണിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ല നടൻ അവാർഡുകൾ ലഭിക്കുമായിരുന്നു. ആലോചിക്കണം, അത്രയും നല്ല നടനാണ്. ഇത്രയും നല്ല നടൻ, ഇത്രയും നല്ല ക്രൂരനായ ഒരു മനുഷ്യൻ ഇക്കരെയൊക്കെ പ്രതികരിച്ചില്ലെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടാനല്ലോ. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണത്. അകത്ത് കിടക്കുന്ന ദിലീപിനേക്കാൾ ശക്തരാണ് ദിലീപിന്റെ പുറത്തുള്ള കൂട്ടുകാര്. പണക്കിഴിയുമായിട്ട് നടക്കുകയാണ്. പണം എന്തു ചെയ്യണമെന്നറിയാതെ, ആർക്ക് കൊടുക്കണമെന്നറിയാതെ. അതായത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന തൊട്ടു മുമ്പ് പോലും ഞാൻ പറഞ്ഞു 15 കോടി രൂപയാണ് അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത്. തനിക്കിഷ്ടമുള്ള, അതായത് ഈ ചർച്ചയിൽ വരുന്നവരെ പോലും തടഞ്ഞു വെച്ചുകൊണ്ട് പണം വാരി കോരി എറിയാതെ പ്രലോഭനങ്ങള്, ജോലി വേണ്ടവർക്ക് ജോലി, പണം വേണ്ടവർക്ക് പണം, സ്വന്തം ഡേറ്റ് വേണ്ടവർക്ക് ഡേറ്റ്, ഇങ്ങനെ നിരവധി പ്രലോഭനങ്ങളാണ് ഈ ക്രിമിനല് കൊടുത്തുകൊണ്ടിരുന്ന. ആലോചിക്കണം, അതിൽ പലരും വീണു പോയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച പലരും, അതായത് ജസ്റ്റായിട്ട് പല കാര്യങ്ങൾ തീരുമാനിക്കുന്ന പലരും വളരെ ദിവസങ്ങളോളമാണ് ദിലീപിന് വേണ്ടി ഇവിടെ വാദിച്ചുകൊണ്ടിരുന്നത്. ആലോചിക്കണം. അപ്പൊ എന്തടിസ്ഥാനത്തിലായിരുന്നു? അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ബോധപൂർവമായ ഒരു വായടപ്പുകള്, ബോധപൂർവമായ ഒരു അടക്കം പറച്ചിലുകള് ദിലീപിന്റെ കൂട്ടുകാരും ഈ സമൂഹത്തിൽ പലർക്കും നേരെ ഉണ്ടായിട്ടുള്ള സത്യമാണത്. ഞാൻ ഇനിയും പറയുന്നു, ദിലീപ് അകത്ത് കിടന്നാൽ പ്രതികാരശേഷി ഇവിടെ ഉണ്ടായിരിക്കുന്ന. ആലോചിക്കണം. ഇപ്പോ പലരും ഇവിടെ പല കാര്യങ്ങൾ തുറന്നു പറയാത്തതുകൊണ്ട് ഇന്നിപ്പോ ഇത്ര അറസ്റ്റുകൾ നടന്നെങ്കിലും പ്രധാനപ്പെട്ട 2-3 അറസ്റ്റുകൾ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. അവിടേക്ക് നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇന്ന് നേരം വെളുക്കുമ്പോഴെങ്കിലും ഈ 2-3 പേരെയെങ്കിലും അറസ്റ്റ് ഉണ്ടായിരിക്കുമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇതുവരെ പ്രധാനപ്പെട്ട അവരുടെ കുറ്റവാളികളാണെന്ന് ഞാൻ വിചാരിക്കുന്ന, ഞാൻ എഴുതിയ തെളിവുകൾ സഹിതമുള്ള ആ 2-3 കുറ്റവാളികളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. അത് നാളെയെങ്കിലും അറസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും. അങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ശൃംഖല കണ്ടെത്താൻ കഴിയുമെന്ന് പല്ലിശ്ശേരി, താങ്കൾക്കെതിരെ പോലും ഒരു ഘട്ടത്തിൽ വധശ്രമം ഉണ്ടായി, അല്ലെങ്കിൽ വധഭീഷണി ഉണ്ടായി എന്നൊക്കെ പറയുകയുണ്ടായി. അതിന്റെ പിന്നിലും അന്ന് ദിലീപ് ആയിരുന്നു എന്നൊക്കെ. താങ്കൾക്കെതിരെ ദിലീപ് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതും ഇങ്ങനെയാണ്. പല്ലിശ്ശേരി എന്ന ഒരാളുടെ ഇടപെടൽ, മകനെ ചാൻസ് ചോദിച്ചെത്തിയതും അത് താൻ നിഷേധിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് താങ്കളെ പേരെടുത്ത് ഇത്ര വലിയൊരു താരം അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്കറിയേണ്ടതുണ്ട്. പല്ലിശ്ശേരിക്കെതിരെ അങ്ങനെ ഒരു വധശ്രമം അല്ലെങ്കിൽ വധഭീഷണി ദിലീപ് മുഴക്കിയിരുന്നു.
2 പ്രാവശ്യം ഇത്, കാരണം ഞാൻ നിരന്തരമായിട്ട് എഴുതിയതിന് വേണ്ടി 2 പ്രാവശ്യമാണ് മർഡർ അറ്റംപ്റ്റ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഒരു ഓൺലൈൻ മാധ്യമത്തിനോട് ഇത് മാത്രമല്ല, അദ്ദേഹം വളരെ പറഞ്ഞു, ഞാൻ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴെല്ലാം ദിലീപ് എനിക്ക് മദ്യം പകർന്നു തരുമായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ലൊക്കേഷനിലെ ദിലീപിന്റെ ജോലി എല്ലാവർക്കും മദ്യം പകർന്നു കൊടുക്കലായിരുന്നു. മാത്രമല്ല ഈ വേറൊരു കാര്യം പറഞ്ഞു, എനിക്ക് അയാൾ സാമ്പത്തിക സഹായം നിരന്തരമായിട്ട് ചെയ്യാറുണ്ട്. അക്കൂട്ടത്തിലാണ് പറഞ്ഞത് എൻ്റെ മകനെ സംവിധാന സഹായിയാക്കാൻ വേണ്ടി ഞാൻ അയാളോട് പറഞ്ഞു പോലും എന്നുള്ളത്. ഞാനിതിന് പല സ്ഥലത്തും മറുപടി പറഞ്ഞിട്ടുള്ളത്. അതിൽ 2-3 കാര്യങ്ങൾ, എൻ്റെ ശത്രുക്കളെ പോലും ഞാൻ മദ്യപിക്കുന്നു എന്ന് പറയട്ടെ, എൻ്റെ ശത്രുക്കളെ പോലും ഞാൻ പണം വാങ്ങുന്നു പറയട്ടെ, പിന്നെ എൻ്റെ മകന് സംവിധാനം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ദിലീപ് എന്നുള്ള ഇത്രയും നിസ്സാരനായ ഒരു മനുഷ്യനെടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലെ ഹിന്ദിയിലായാലും തമിഴിലായാലും മലയാളത്തിലായാലും പ്രഗത്ഭരായ സുഹൃത്തുക്കളായ സംവിധായകർ എനിക്കുണ്ട്, പ്രൊഡ്യൂസേഴ്സ് എനിക്കുണ്ട്. അവരോട് ഒരു വാക്ക് പറഞ്ഞില്ല ഇതെല്ലാം നടക്കുമായിരുന്നു. പക്ഷെ എനിക്കോ എൻ്റെ മകനോ താല്പര്യമില്ല. സിനിമയിൽ പോകണ്ട, സിനിമ മോശമായിട്ടല്ല, സിനിമയിൽ പോകാതെ പഠിച്ച് എൻ്റെ മകൻ വധശ്രമത്തിന് കേസുണ്ടായ ഘട്ടത്തിൽ ദിലീപിനെതിരെ താങ്കൾക്ക് കേസ് കൊടുക്കാമായിരുന്നു. ഞാൻ കേസ് കൊടുക്കാത്തത് അല്ലാതെ തന്നെ അയാളെ കോടതിയിൽ കയറ്റാനുള്ള താൻ എഴുതുമായിരുന്നു. ഞാൻ എഴുതിയിട്ട് അയാൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമ്പോൾ കോടതിയിൽ കയറ്റാമെന്നുള്ള ധാരണയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. കാരണം ഈ കേസിന്റെ ഗതി എവിടെ പോകുമെന്ന് അറിയട്ടെ, അക്കൂട്ടത്തിൽ ആലോചിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണത്. കാരണം എന്നെ മാത്രമല്ല ഓൺലൈനിൽ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചത്. അതാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഈ താരം കൂടി വ്യക്തിപരമായും വൈകാരികമായും ഇദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത കാര്യങ്ങളൊക്കെ ആക്രമിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു ഘട്ടമായിരിക്കുന്നു. അല്ലാതെ ചർച്ച നമ്മൾ നിലവാരം കുറഞ്ഞ ഏതെങ്കിലും ഒരു കുപ്പയിലേക്ക് ഇടുകയല്ല, മറിച്ച് അത്രയേറെ വലിയ താരപദവിയിൽ നിൽക്കുന്ന ഒരാൾ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും അന്വേഷണ സംഘത്തിൻ്റെ വൈദഗ്ധ്യവും കൊണ്ട് കുടുങ്ങുന്നു. ആ കുടുങ്ങുമ്പോൾ അതിനൊപ്പം വരുന്ന സിനിമാ മേഖലയിലെ പല മാലിന്യങ്ങളും ഇയാളുടെ കരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് പറയുന്നതിൻ്റെ ആഴം ഇതൊക്കെ കൂടിയാണ് ഇതിലേക്ക്. വളരെ നിസ്സാരമായി ഇത്രയും വലിയ താരമായിരുന്ന ആൾ ഒരു കൊച്ചു മനുഷ്യനെ പോലെ ഈ പാവം മാധ്യമപ്രവർത്തകൻ്റെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. അയാൾക്കെതിരെ എഴുതി എന്നുള്ളത് അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ മനസ്സ് സൂചിപ്പിക്കുന്നതാണോ? ഞാനും മറ്റൊരു നടിയുമായുള്ള കാര്യങ്ങൾ മഞ്ജു വാര്യരെ അറിയിച്ചു എന്നതാണല്ലോ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന വൈരാഗ്യത്തിൻ്റെ കാരണം. ആ വൈരാഗ്യത്തിനായി ഒരു പെണ്ണിൻ്റെ അഭിമാനത്തെ പോലും പിച്ചിച്ചിന്താൻ പോകും എന്ന ഒരു മനോനിലയാണ് ഇയാൾക്കുള്ളത് എന്ന് ഈ കാര്യങ്ങൾ വെച്ച് നമുക്ക് നിരീക്ഷിക്കാമോ? അല്ല, ഇപ്പം നമുക്ക് അതേ സംബന്ധിച്ച് അന്വേഷണം നടക്കുമ്പം കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്തിനാണ്? വ്യക്തിഗതമായ വൈരാഗ്യം വ്യക്തിഗതമായി വന്നത് എങ്ങനെയാണ്? കാമുകിയുമായിട്ടുള്ള ഇടപാട് ഭാര്യയെ മറ്റൊരാൾ അറിയിച്ചു, അതുകൊണ്ട് അയാളെ ആക്രമിച്ചു. ഇതാണല്ലോ ഉള്ളത്. ഇതാണ് ഒരു ഘട്ടം ഈ കേസിന്റെ. അതുമായി ചിത്രങ്ങളും വേണം. ഈ ചിത്രങ്ങൾ അവിടെ കൊടുത്തുവെങ്കിൽ ഈ അവിടുന്നുള്ള ചിത്രം, അതാണ് ഇപ്പൊ ഇദ്ദേഹത്തിന് പ്രകോപനം ഉണ്ടായി തീർന്ന പ്രോസിക്യൂഷന്റെ വാദം. അതാണ് മോട്ടിവേഷൻ ഈ ആക്രമിച്ചതിന്. ഇതിന്റെ 2ാം വശമുണ്ട്. ഒരുപക്ഷെ പെല്ലിശ്ശേരിയൊക്കെ പറയുന്ന ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് സഞ്ചരിക്കും. അതെപ്പോഴാണ് ഇതിനപ്പുറത്തേക്ക് വരുന്ന വ്യവഹാരങ്ങളുടെ ലോകം, ഭൂമിയുടെ ആയാലും പണത്തിന്റെയൊക്കെ ആയാലും. അതല്ല, അദ്ദേഹത്തിന്റെ ആ വൈരാഗ്യത്തിന്റെ മനോനിലയെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് പല്ലിശ്ശേരി പോലുള്ളവർ പറയുന്നത്. അത് നിയമത്തെ നാളെ കോടതിയിൽ സഹായിക്കും. ഞാൻ പറയുന്നത് അത് 2ാം ഭാഗം വരുമ്പോൾ ഈ കേസിനകത്ത് പല്ലിശ്ശേരി പറഞ്ഞ മാതിരി അദ്ദേഹം പ്രതീക്ഷിച്ചതുമാതിരി അറസ്റ്റുകളിലേക്ക് സഞ്ചരിച്ചുകൂടായികയില്ല. സത്യത്തിൽ ഈ കേസിന്റെ എന്താ പറയുക, സെൻസേഷണലിസം ഇവിടെ തീരാൻ പോകുന്നില്ല. അജിം ഷാ, നിങ്ങൾ വിഷമിക്കേണ്ട. നാളെയും മറ്റന്നാളും ഒക്കെ നല്ല സെൻസേഷണലായ വാർത്തകൾ ഈ കേസ് തന്നുകൂടായികയില്ല. ഇപ്പോൾ ആന്റി ക്ലൈമാക്സ് വന്നത് എന്താണ്? പെട്ടെന്ന് അയാൾ അറസ്റ്റിലായതാണ്. ഇല്ലെങ്കിൽ അതിന് മുൾമുനയെ നിർത്താമായിരുന്നു. അപ്പൊ എന്തായാലും അതങ്ങനെ വന്നു. അങ്ങനെ വരുമ്പോൾ ഞാൻ വടക്കഞ്ചേരി പറഞ്ഞതിനകത്തൊരു കാര്യം പറയാൻ ഞാനിപ്പോൾ എടുക്കുന്നത്. വടക്കഞ്ചേരി പറയുന്നത് ഈ കേസിനെ റീപ്രൊഡ്യൂസ് ചെയ്തെടുത്താൽ അതിനകത്ത് കൗണ്ടർ വരും, അതുകൊണ്ട് പലപ്പോഴും സംശയത്തിന്റെ ആനുകൂല്യം ലഭിക്കും. അദ്ദേഹത്തിന് ആ കേസിന്റെ ആദ്യഘട്ട കേസിന്റെ സവിശേഷത അറിയാത്തത് കൊണ്ടാണ്. അതിന് കാരണം ഇതൊരു സാധാരണ കൊലപാതകമോ പാതകമോ ഒന്നുമല്ല, ഇതൊരു സ്ത്രീപീഡനമാണ്. സ്ത്രീപീഡനത്തിന് സവിശേഷമായ കുറെ കാര്യങ്ങളുണ്ട്, നിയമപരമായ തന്നെ സവിശേഷ കാരണങ്ങളുണ്ട്. ആ സ്ത്രീപീഡനത്തിനകത്ത് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ അവരുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ മൊഴി നൽകാവുന്നത് മഞ്ജുവാണ്, സാക്ഷിയായി വരാവുന്നത്. ഇവർ രണ്ടുപേരും മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ഈ ദിലീപ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ ഒഴിവാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ബാക്കി ആരൊക്കെ ഇതേ സംബന്ധിച്ച മൊഴിമാറ്റം നടത്തിയാൽ പോലും ഇവർ രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റുന്ന
വസ്തുതകൾ ഇവർക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ വരും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ദുർബലമായ ഒരു കേസല്ല ഇത്. അങ്ങനെ വരുമ്പം സ്വാഭാവികഗതിയിൽ ഞാൻ പറയുന്നു, നാളെ മുതൽ കുറേ കൂടി വൈകാരിക തലത്തിലേക്ക് കേസിൻ്റെ അന്വേഷണം നീങ്ങാനിടയുണ്ട്. കാവ്യയിലേക്ക്, കാവ്യയുടെ അമ്മയിലേക്ക്. അപ്പോൾ പല്ലിശ്ശേരി ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അവിടെ അടുത്ത ഘട്ടത്തിലേക്ക് ചില സിനിമാ താരങ്ങളിൽ കൂടി നീങ്ങും എന്ന നിലയ്ക്കുള്ള പ്രതീക്ഷയാണ്, നാദൃഷയുണ്ട്. ഈ നിലയ്ക്ക് അത് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കൂടുതൽ ചർച്ചകളിലേക്ക് താങ്കൾക്കും നമുക്കൊക്കെ പോകാവുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടും. അതാണ് ഞാൻ ഒരു വശത്ത് പറയുന്നത്. മറുവശത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം, ഇത് അമ്മ എന്ന സംഘടന അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പ്രത്യേക ട്രേഡിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ സംഘടനയെ എങ്ങനെയാണ് കൺസീവ് ചെയ്തിരിക്കുന്നത്? കേരളത്തിൽ ധാരാളം ട്രേഡ് യൂണിയൻ സംഘടനകളുടെ പശ്ചാത്തലമുള്ളതാണ് കേരളം. ആ കേരളത്തിൽ ഇന്ന് ഒരു വാർത്ത വന്ന ഉടനെ ഒരാളെ പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കുന്നു. ഇത് കണ്ട ഉടനെ തന്നെ ഒരു പട്ടി കുറച്ചാൽ എല്ലാ പട്ടികളും കുറയ്ക്കുമെന്ന് പറഞ്ഞത് മാതിരി തുരുതുര എല്ലാ സംഘടനകളും പുറത്താക്കുന്നു. ഇതെന്തൊരു പുറത്താക്കലാണിപ്പോ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ ഇതിന്? ഒരാൾ തെറ്റ് കാണിച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അയാൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിശദീകരിക്കണ്ടേ? മമ്മൂട്ടിയെങ്കിൽ മമ്മൂട്ടി, മോഹൻലാലെങ്കിൽ മോഹൻലാൽ വിശദീകരിക്കണം. ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഒരാൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഇന്ന വകുപ്പ് അനുസരിച്ച് ഒരു രീതിയുണ്ട്, അത് ഞങ്ങൾ സ്വീകരിക്കുന്നു. ആ രീതി അനുസരിച്ചാൽ ഏത് കോൺസ്റ്റിറ്റ്യൂഷനും ഒരു കാര്യം കേട്ടാൽ കാള പെറ്റു കയറെടുക്കുന്ന രീതിയിൽ പുറത്താക്കാനാകില്ല. കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഇസ് ഇമ്പോസിബിളാ ഒന്ന്. മറ്റൊന്ന് നമുക്കറിയാമല്ലോ, ഈ സംഘടന തന്നെ ഈ നടി ആക്രമിക്കപ്പെട്ടു, ദിലീപിന്റെ കാര്യം തെളിയിക്കപ്പെട്ടിട്ടില്ല. നടി പീഡിപ്പിക്കപ്പെട്ടു എന്നത് പൂർണ്ണമായും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. തെളിയിക്കപ്പെട്ട കഴിഞ്ഞ കാര്യത്തിൽ അമ്മ എന്ന സംഘടന അതിന്റെ ജനറൽ ബോഡിയിലോ എക്സിക്യൂട്ടീവിലോ ഇതിനെതിരെ ഒരു റെസല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. ഇല്ല, അവർ ആഘോഷത്തോടു കൂടി റെസല്യൂഷൻ പാസ്സാക്കി ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കണ്ടേ, മുഖ്യമന്ത്രിക്ക് കൊടുക്കണ്ടേ? ഒന്നും ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല, അതുപോലെ റെസല്യൂഷൻ പാസ്സാക്കാനുള്ള സെൻസിബിലിറ്റി ഇല്ല, കീഴ്വഴക്കങ്ങളില്ല. ഇങ്ങനെ നേരത്തെ വന്ന ബാബുരാജ് പറഞ്ഞതുപോലെയാണെങ്കിൽ മീറ്റിംഗ് തുടങ്ങുമ്പോൾ പ്രകീർത്തനങ്ങൾ തുടങ്ങും. എന്താ പറയാ, സൂപ്പർ താരങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടേ ഇരിക്കണം അംഗങ്ങൾ. പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണം വരും, അപ്പോൾ ഭക്ഷണം കൊടുക്കും, പിന്നെയും പ്രകീർത്തിക്കണം. ഇതാണ് അവരുടെ ജനറൽ ബോഡി എന്ന് ബാബുരാജ് പറഞ്ഞതാണ്. തീർച്ചയായും ഈ നിലയ്ക്കുള്ളൊരു സംഘടന ഇനി നിലനിൽക്കണോ വേണ്ടയോ എന്ന് അവരാലോചിക്കണം. അത്രത്തോളം അപമാനിതമായിരിക്കുന്നു. താരങ്ങൾ മാത്രമല്ല, അവരുടെ സംഘടനയും ഈ കാര്യത്തിൽ അപമാനിതമായി. തീർച്ചയായും മാക്ടയുടെ പ്രതിനിധി കൂടിയായ അജ്മലിലേക്ക്. അജ്മൽ, കഴിഞ്ഞ തവണത്തെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ചില അനിശ്ചിതത്വങ്ങൾ നിലനിന്നിരുന്നു. ആ ഘട്ടത്തിലുള്ളതിനേക്കാൾ വലിയ സന്തോഷവും പ്രസന്നതയും നിങ്ങളുടെ മുഖത്തുണ്ട്. നേരത്തെ വന്ന ശ്രീ ബൈജു കൊട്ടാരക്കരയിലും അത് കാണുകയും ചെയ്തു. എന്താണ് അതിന്റെ കാരണം? ആദ്യഘട്ടത്തിലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ആദ്യഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞിട്ട് വലിയൊരു സ്രാവുണ്ട്. ആ സ്രാവിനെ പിടിച്ചപ്പോൾ പിന്നെ സന്തോഷം ഉണ്ടാവൂലേ? പിന്നെ ആദ്യമായി ഞങ്ങൾ അനുമോദിക്കുന്നത് നമ്മുടെ കേരള ഗവൺമെന്റിനെയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയാണ്. എല്ലാ പഴുതുകളും അടച്ച് നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. എല്ലാ പഴുതുകളും അടച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും കേരള ഗവൺമെന്റിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനുമോദിക്കുകയാണ് മാക്ട ഫെഡറേഷൻ. ഒന്ന്, 10 വർഷം മുമ്പ് നമ്മുടെ വിരിയൻ സാറിനെ വിലക്കേർപ്പെടുത്തിയപ്പോൾ ഒരു വിരിയൻ സാർ മാത്രമല്ല വിലക്കലുണ്ടായത്. ആയിരക്കണക്കിന് മാക്ട തൊഴിലാളികളെ, കുടുംബങ്ങളെ പട്ടിണി പാവങ്ങളാക്കി മാറ്റിയ ദിലീപാണ് ഇന്ന് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പറഞ്ഞോളൂ അജ്മൽ. ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ ഒരു അസീസ് പാലക്കാട് എന്നൊരു കോസ്റ്റ്യൂമർ ഉണ്ടായിരുന്നു. മലയാള സിനിമയിൽ 100-110 പടം ചെയ്തൊരു കോസ്റ്റ്യൂമറാ. അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് അറിയാവോ? മൈ ബോസ് എന്ന സിനിമ അടക്കുന്ന സമയത്ത് എന്തോ ഒരു ഷർട്ടിന്റെ ഒരു ഏച്ചക്കുറച്ചിന്റെ മുകളിൽ അദ്ദേഹത്തെ 4 വർഷമായി മലയാള സിനിമ തൊടിയിച്ചില്ല ദിലീപ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ താര രാജാക്കന്മാരിൽ എല്ലാവരും മടക്കി ഭരിക്കാൻ പറ്റിയ രീതിയിലാണ് ദിലീപിന്റെ പോക്ക്. അതുകൊണ്ട് ദൈവത്തിന്റെ കോടതി വിധി വന്ന പോലെ തീർച്ചയായും ശ്രീ എം നൗഷാദ് MLA-ലേക്ക്. ശ്രീ എം നൗഷാദ് MLA, അതായത് നേരത്തെ ശ്രീ ഭാസുരേന്ദ്ര ബാബു ഒക്കെ സൂചിപ്പിച്ചു, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് എത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന്. ആദ്യഘട്ടത്തിൽ പോലീസിന്റെ പ്രവർത്തനങ്ങൾ തൃപ്തിയാകാത്തവർക്ക് പോലും തൃപ്തിയാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇനിയുള്ള പോക്കിൽ എന്തൊക്കെ കുടുങ്ങും എന്ന വലിയ ആശങ്കയും വലിയ ആഗ്രഹവും ആകാംക്ഷയും ഒക്കെയാണ് ജനങ്ങൾക്കുള്ളത്. ശ്രീ എം നൗഷാദ്.
അല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തുടക്കം മുതൽ ഇന്നലെ വരെയുള്ള ഉണ്ടായിരുന്ന ചർച്ചകളിൽ മുഴുവൻ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു എങ്കിൽ ഇന്ന് എല്ലാവരും സർക്കാരിനെ അംഗീകരിക്കുന്നു, പോലീസിനെ അംഗീകരിക്കുന്നു, മുഖ്യമന്ത്രി അംഗീകരിക്കുന്നു. അതിൽ സന്തോഷമുണ്ട്. ഈ കേസ് തുടക്കം മുതൽ വളരെ ജാഗ്രതയോടുകൂടി പോലീസ് അന്വേഷിച്ചു എന്നുള്ളത് കൊണ്ടാണ് 19 തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കി 376 DA ഉൾപ്പെടെ 342 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് ചാർജ് ഷീറ്റ് കോടതിയിൽ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞത്. അതിന് ഈ ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നു. ഇന്നിപ്പോൾ അഭിനന്ദനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാലും അതിനിടയിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നവരുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടം കൊണ്ട് ഈ കേസ് തീരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അടക്കി പിടിച്ചിരുന്നിരുന്നവരെല്ലാം ഇനി പൊട്ടിത്തെറിക്കും. അതിൻ്റെ പ്രതികരണങ്ങളാണ് ഇപ്പം മാക്ട പോലുള്ള സംഘടനകളും മറ്റുമൊക്കെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രംഗത്ത് ഈ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയെ ബാധിച്ചിരിക്കുന്ന ഒരു അരാജകത്വ പ്രവണത അത് ചർച്ച ചെയ്യപ്പെടാനും അതിനെതിരായ നിലപാടുകൾ സ്വീകരിക്കാനും തൻ്റെപൂർവം തുറന്നു പറയാനും പരാതി കൊടുക്കാനും ഇനി ആൾക്കാർ തയ്യാറാകും എന്നുള്ളതാണ് ഈ കേസിൽ ഈ വമ്പൻ സ്രാവ് എന്ന് എല്ലാവരും വിശേഷിപ്പിച്ച ഈ വമ്പൻ സ്രാവിനെ ഉൾപ്പെടെ കുടുക്കിക്കൊണ്ട് ഈ ഗവൺമെൻറ് ഇപ്പം കേരള പോലീസ് വളരെ കൃത്യമായൊരു സന്ദേശം സാധാരണ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾ ഏത് വമ്പൻ സ്രാവിനെയും പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യപൂർവ്വം പരാതി തരാം. കൃത്യമായി അത് അന്വേഷിച്ചിരിക്കും. ഒരാളിനും ഇടപെടാൻ അതിന് അനുവാദം നൽകില്ല. ഈ എത്ര ഉന്നതനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അവൻ ശിക്ഷിക്കപ്പെടും, പിടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ബഹുമാന്യായ മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം 100% സത്യമാണെന്നുള്ളത് നമുക്ക് തെളിഞ്ഞിട്ടുണ്ട്. ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മറ്റൊരു ഗവൺമെൻറ് ആയിരുന്നുവെങ്കിൽ എനിക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മറ്റൊരു ഗവൺമെൻറ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ദിലീപിനെ പോലെ ഈ പറയപ്പെടുന്ന എത്രയോ വർഷമായി അടക്കി വാണിരുന്നു കൊണ്ടിരുന്ന ദിലീപിൻ്റെ 7 അയലത്തെത്താൻ പോലും പോലീസിന് കഴിയുമായിരുന്നില്ല. കാരണം പോലീസിന് കഴിവില്ലാത്തത് കൊണ്ടല്ല, അതിനവരെ അനുവദിക്കത്തില്ലായിരുന്നു. പക്ഷേ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ഈ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തി ഒരു ടീമിനെ സജ്ജമാക്കി ഈ കേസ് അന്വേഷിക്കാൻ വിട്ട് അതിൻ്റെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ഞെട്ടലാണ്. എല്ലാവരും ധരിച്ചിരുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇങ്ങനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നതെങ്കിൽ അവരുടെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് എല്ലാ കുപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇതിൻ്റെ 1ാം ഘട്ടത്തിൽ വളരെ സന്തോഷകരമായ ഒരു പര്യവസാനം പോലീസ് സൃഷ്ടിച്ചിരിക്കുന്നു. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴും ഒരു കാര്യമുണ്ടായിരുന്നു. ഇതിൽ ഇരയാക്കപ്പെട്ട നടി, അവർക്കാണല്ലോ ഈ പീഡനം സംഭവിച്ചത്. അവർ 100% പോലീസിനെയും സർക്കാരിനെയും വിശ്വസിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. അവർക്ക് കൃത്യമായി ഈ അന്വേഷണം ശരിയാണ് ശ്രീ നൌഷാദ്. അതായത് താങ്കൾ ഇരവിപുരം മണ്ഡലത്തിന്റെ MLA ആണെങ്കിലും അത് കൊല്ലം നഗരത്തിന്റെ മധ്യത്തിലൂടെയാണ് ഇരവിപുരം മണ്ഡലം ഉൾക്കൊള്ളുന്നത്. കൊല്ലവും ഇരവിപുരവും മണ്ഡലങ്ങൾ. ഈ കൊച്ചിയിലാണ് ഈ നരാധവൻ ഈ പരിപാടിയൊക്കെ നടത്തിയത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളവരും ഒക്കെ കൊച്ചിയിലാണ്. പക്ഷേ കോലം കത്തിക്കുകയും ചില മാർച്ചുകളൊക്കെ നടത്തി ഇതിനെ കക്ഷി രാഷ്ട്രീയമായി ഈ സംഭവത്തെ ഉൾച്ചുരുക്കാനൊക്കെ ശ്രമിച്ചത് കൊല്ലത്താണ് കണ്ടത്. അവർക്ക് കൂടിയുള്ള മറുപടിയാണോ ശ്രീ M. നൌഷാദ് താങ്കൾ ഇപ്പോൾ നൽകുന്നത്? അത് തീർച്ചയായും ഇത് സർക്കാരിനെതിരായിട്ടുള്ളൊരു വടിയായിട്ടാണല്ലോ ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ ബഹുമാനായ മുഖ്യമന്ത്രിയെ ഇന്നലെയൊക്കെയുള്ള ചർച്ചകളിൽ, ഇന്നലത്തെ ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തതാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചർച്ചയിലെല്ലാം മുഖ്യമന്ത്രിയെ പ്രതിയാക്കി എന്തെല്ലാം ആക്ഷേപങ്ങളാണ് പറഞ്ഞത്. അത് ഈ കേസ് തെളിയിക്കാനേ പോകുന്നില്ല, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇത് തെളിയിക്കാനേ പോകുന്നില്ല എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നപ്പോൾ ആ പ്രചരണങ്ങളെല്ലാം, അതാ ഞാൻ പറഞ്ഞ, അവരെല്ലാം ഞെട്ടി. അതൊരു സത്യം തന്നെയാണ്. കേരളം തന്നെ ഇന്നലെ ഞെട്ടുകയായിരുന്നു. ദിലീപിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട്. ആ അറസ്റ്റ് ചെയ്തപ്പോൾ ആ പോലീസ് ടീമിന് ആവശ്യമായ പിന്തുണ നൽകി കൃത്യമായി അന്വേഷിക്കാനുള്ള നിർദ്ദേശം നൽകിയ മുഖ്യമന്ത്രിയെ ഒരു വാക്ക് കൊണ്ടെങ്കിലും ഒന്ന് അഭിനന്ദിക്കണ്ടേ? ഈ ഗവൺമെന്റിനെ ഒന്ന് അഭിനന്ദിക്കണ്ടേ? ഈ വമ്പൻ കേരളത്തിന്റെ ശ്രീ നൌഷാദ് ഇപ്പോൾ എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട്. ശ്രീ M. നൌഷാദ്, ഇപ്പോൾ എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷേ ഈ അഭിനന്ദനത്തിന്റെ തരംഗം നിലനിൽക്കുമോ, അത് നിലനിർത്തുമോ നിങ്ങൾ എന്നുള്ള സംശയം കൂടി ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായും അല്ല, അവർക്ക്
ഞാൻ പറഞ്ഞ എന്ത് കണ്ടാലും സംശയം ഉന്നയിക്കുന്നവർക്ക് ഇപ്പോൾ ഇത്രയും വലിയൊരു കാര്യം ചെയ്ത ഗവൺമെന്റ് അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് അഭിനന്ദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആത്മാർത്ഥതയോടുകൂടി വളരെ സന്തോഷപൂർവ്വം അഭിനന്ദിക്കുന്ന ആൾക്കാരുണ്ട്. വ്യത്യസ്തങ്ങളാണത്. മറ്റത് ഇനിയിപ്പോ ഇതിനകത്തും ഇന്നലെ ഞാൻ ഉൾപ്പെടെ പങ്കെടുത്ത ചർച്ചയിലും ഈ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ചർച്ചയിൽ പങ്കെടുത്തവർ തയ്യാറായി. എന്തുകൊണ്ട് ദിലീപിനെ നേരത്തെ അറസ്റ്റ് ചെയ്തില്ല? ഈ പറയുന്ന ഇവരുടെയൊക്കെ ചർച്ച കേട്ടാൽ തോന്നും അന്വേഷണം ഇവരാണ് നടത്തുന്നതെന്ന്. വളരെ കൃത്യമായി എന്നിട്ട് അതേ ചർച്ചയിൽ പങ്കെടുത്ത നിയമ വിദഗ്ധർ പറഞ്ഞു, ഈ ഗൂഢാലോചന കുറ്റം എന്ന് പറയുന്നത് ഈ നേരിട്ട് തെളിവുകൾ ലഭിക്കുന്നതല്ല, അത് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത്, അത് കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് വളരെ ദുഷ്കരമായ കാര്യം തന്നെയാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി അത് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോടതി പോകുമ്പോൾ അത് നിൽക്കില്ല. പക്ഷേ ഇവിടെ 2013 മുതലുള്ള കാര്യങ്ങൾ, ഇവരൊരുമിച്ച് ചേർന്ന സ്ഥലം, നേരിട്ട് സംസാരിച്ചത്, ലൊക്കേഷനിൽ വെച്ച് കണ്ടത്, എല്ലാ കാര്യങ്ങളും അക്കമിട്ട് പോലീസ് അത് തെളിവായി കണ്ടെത്തിയിട്ടാണ് അറസ്റ്റിലേക്ക് മറ്റും പോയത്. ചുമ്മാ ഒരു അറസ്റ്റ് അല്ല ഇത്. വളരെ കൃത്യമായി ഫ്രെയിം ചെയ്ത് വളരെ ഈ കോടതിയിൽ പോയാലും ഇത് എങ്ങനെ നിലനിൽക്കും, ഉണ്ടാകാവുന്ന എതിർവാദങ്ങളെ ഉൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു കുറ്റപത്രം. അതാണ് നാളെ കോടതി മുറിയിലെത്തിയാൽ, ധന്യരാമൻ, നാളെ കോടതി മുറിയിലെത്തിയാൽ പോലും ഒരു തരത്തിലും പ്രതികൾ രക്ഷപ്പെടാതിരിക്കാനുള്ള പഴുതടച്ച കൃത്യമായ സമഗ്രമായ അന്വേഷണ രീതിയാണ് എന്നാണ് ശ്രീ എം നൌഷാദ് MLA പറഞ്ഞത്. ഈ കൊല്ലത്താണ് യൂത്ത് കോൺഗ്രസ്സുകാരും അടക്കം പ്രകടനവും കോലം കത്തിക്കുകയൊക്കെ ചെയ്തത്. അതിനുകൂടി മറുപടിയാണ് ശ്രീ നൌഷാദ് നൽകിയത്. ഒപ്പം നൌഷാദ് ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്, മറ്റൊരു സർക്കാരായിരുന്നു ഇതിന് പകരമെങ്കിൽ ഇത് സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? കൃത്യമായി തീർച്ചയായും സ്ത്രീപക്ഷ നിലപാടുകൾ ഉന്നയിക്കുന്ന ധന്യരാമൻ അത് പറയേണ്ടതുണ്ട്. ശ്രീമതി ധന്യരാമൻ, അതായത് ഈ കാര്യങ്ങളെയൊക്കെ അതായത് WCCയുടെ നിലപാടുകൾ, ഒരുപക്ഷെ WCCയുടെ നിലപാടുകൾ ആദ്യഘട്ടത്തിൽ അമ്മയെപ്പോലെ ഒരു വലിയ സംഘടനയുടെ താരത്തിളക്കത്തിൽ അവർ അങ്ങനെ പതറുന്നു, തിരിച്ചു വന്ന് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അവരുടെ കാര്യങ്ങൾ വളരെ വളരെ സാവധാനപൂർവ്വം വളരെ അതിവൈകാരികതയിലേക്ക് പോകാതെ കൃത്യമായി നീക്കമായിരുന്നു WCCയുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരിഞ്ഞു നോക്കുമ്പോൾ. പിന്നെ സ്ത്രീ എന്നുള്ളതിൽ ഒരു ആൺകാഴ്ചകൾക്കപ്പുറത്തേക്ക് സ്ത്രീ എത്തുമ്പോൾ ചില അപക്വതകളൊക്കെ തുടക്കത്തിൽ ഉണ്ടാകാം. അത് നമുക്ക് ക്ഷമിക്കുകയും ചെയ്യാം. അതൊന്നുമല്ല വിഷയം. മുൻ സർക്കാർ ഇരുന്നിട്ടുള്ള സംഭവത്തെ കമ്പയർ ചെയ്തുകൊണ്ട് ശ്രീ എം നൌഷാദ് പറഞ്ഞു. കാരണം ഒരു വമ്പൻ സ്രാവിൻ്റെ വീട്ടിലേക്ക് പോലീസ് വണ്ടിക്ക് കയറാനും പിടിച്ചെടുത്തു കൊണ്ടുവരാനും ആയി എന്നുള്ളതാണ് അതിൻ്റെ പച്ച മലയാളം. അദ്ദേഹം എത്ര കോടിക്കണക്കിന് ആ ആസ്തി എത്രയാണെന്ന് കൃത്യമായിട്ട് പോലീസിന് ഇതുവരെ തിട്ടപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നാണ് പോലീസുകാർ പറയുന്നത്. അത് ഇപ്പം അന്വേഷണ പരിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ബാക്കി റിയൽ എസ്റ്റേറ്റ് മാഫിയ അതൊക്കെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. പിന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ ഒരു നടൻ മയക്കുമരുന്നുമായി പിടിക്കപ്പെട്ടത്. അപ്പോൾ സിനിമാ മേഖല എന്ന് പറയുന്നത് ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള റാക്കറ്റുകളും മാഫിയുള്ള ഒരു ഇടം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാഫിയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഷൈൻ ടോം ചാക്കോയൊക്കെ ജയിലിൽ പോവാതെ ഈ കേസ് എന്തായത് അത് മാറ്റിമറിക്കപ്പെട്ടു. ആനക്കൊമ്പ് കേസ് എന്തായി? ആനക്കൊമ്പ് കേസ് ഒരു പ്രമുഖ നടന് വേണ്ടി ഒരു നിയമം തന്നെ മാറ്റിമറിച്ച് എഴുതുകയാണ് ഉണ്ടായത്. അതും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സംഭവിച്ച കാര്യം തന്നെയാണ്. സോളാർ കേസ്. അപ്പോൾ ഒരുപാട് കേസുകൾ അങ്ങനെ നടന്നപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു സർക്കാരുകളിലും പൊതുവെ പൊതുജനത്തിന് വിശ്വാസം കുറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു നടിയുടെ വിഷയം ഉണ്ടായതും കൃത്യമായി ഈ അന്വേഷണം നടത്തി. ഞാനിന്നൊരു ഇടയ്ക്ക് ചോദിച്ചു, അനക്കൊന്നുമില്ലായിരിക്കുമ്പോൾ സന്ധ്യ മാഡത്തെ വിളിക്കും, മാഡം എന്തായി എവിടെ എത്തിയെന്ന് ചോദിക്കും. മാഡം പറയും നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞാൽ മാഡം നമ്മളിങ്ങനെ ആശ്വസിപ്പിക്കും. കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവരൊക്കെ അത്രയും ഈ 81 ദിവസം എടുത്തതിന് കൃത്യമായിട്ടുള്ള റീസൺ ഉണ്ട്. കാരണം നാളെ ഇയാൾ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഊരി പോരരുത്. അപ്പം അതിന് തക്കതായിട്ടുള്ള രേഖകളും എവിഡൻസുകളൊക്കെ ശേഖരിക്കണം പോലീസ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലായിരുന്നു അവരൊക്കെ. അവരൊക്കെ മാനസികമായിട്ട് പോലും ബുദ്ധിമുട്ടുണ്ട്. ഇവരൊക്കെ കേസ് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ ഇവരൊക്കെ മാനസികമായി തളർത്താൻ പല സൈഡൊന്നും ഇവരെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് സന്ധ്യ മാഡത്തിന്റെ നേതൃത്വത്തിൽ അവർ കൃത്യമായിട്ട് എവിഡൻസ് ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും നാളെ കോടതിയിൽ എത്തിയാലും ദിലീപിന് ഊരി പോകാൻ പറ്റുന്ന ജാമ്യം കിട്ടുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം പോലീസ് അത്രയും ശക്തമായിട്ടാണ്. ശ്രീ റംഷാദ്, തീർച്ചയായും ഒരു സ്ത്രീപക്ഷ പ്രവർത്തക എന്നുള്ള നിലയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ധന്യരാമൻ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷകൾ, അല്ലെങ്കിൽ അവർ പോലും ശ്ലാഘിക്കുന്നു ഈ പോലീസിനെയും ഈ അന്വേഷണ സംഘത്തെയും എന്നൊക്കെ പറയുന്ന ഘട്ടത്തിലാണ് സന്ധ്യ മാഡത്തിന്റെ പേര് പറയുന്നത്. നമുക്കപ്പം മുൻ DGP ആയിരുന്ന TP സെൻകുമാർ സൂചിപ്പിച്ചതിലേക്ക് പോകേണ്ടതുണ്ട്. അതായത് നേരത്തെ തന്നെ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തതുമാണ്. അതായത് മുൻ DGP സന്ധ്യ മാഡത്തെ, അതായത് ഇറങ്ങിപ്പോയ സീറ്റിനെയും അത് ഉൾക്കൊള്ളുന്ന സർക്കാരിനെയും ഒക്കെ അപമാനിക്കാൻ അദ്ദേഹം നടത്തിയ ചില ഇടപെടലുകൾ കൂടി ഇന്നലെ പൊളിഞ്ഞു എന്ന് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ പ്രസക്തമാണോ?
ഈ കേസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് പൊളിഞ്ഞു പോയിരിക്കുന്നു. അതെ അതെ അതെ. ഒന്ന്, ഇത് ADGP ബി സന്ധ്യയുടെ പബ്ലിസിറ്റി സ്റ്റണ്ട് ആണ്, അത് മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ കേസ് തുലഞ്ഞു പോകുമെന്ന് പറഞ്ഞു. ഇത് ADGP സന്ധ്യയുടെ പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കേസ് തുലഞ്ഞു പോയിട്ടില്ല എന്നും വ്യക്തമായിരിക്കുന്നു. ഇനി മുന്നോട്ടുള്ള കാര്യത്തിൽ കേസ് തുലഞ്ഞു പോവില്ല എന്ന് ഉറപ്പാക്കേണ്ടത് പോലീസ്, പ്രോസിക്യൂഷൻ, സർക്കാരിൻ്റെ രാഷ്ട്രീയ നേതൃത്വം എല്ലാമായി ബന്ധപ്പെട്ട ഒരു സുസംഘടിതമായ ഒരു വിങ്ങാണ്. അതുകൊണ്ട് നമുക്ക് മുന്നിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. വലിയ വലിയ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വലിയ കേസുകളും വിവാദങ്ങളും ഒക്കെ വന്നിട്ട് പെൺവാണിഭ കേസിൽ വലിയ വില്ലനായി വരികയും മന്ത്രിസ്ഥാനം വരെ പോവുകയും ചെയ്ത ആളുകളൊക്കെ വളരെ സേഫായിട്ട് സുരക്ഷിതരായിട്ടും വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളെ നമ്മൾ ജാഗ്രതയോടെ കാണണം, നിസ്സാരമായി കാണരുത് എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും അങ്ങനെ കാണുന്നില്ല എന്നതിന്റെ ഉദാഹരണമല്ലേ ഇത്ര വലിയൊരു താരമാകത്തായത്? തീർച്ചയായിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനപ്രിയ താരത്തെ ജനം അത്രമേൽ വെറുക്കാൻ തുടങ്ങുന്ന രീതിയിലുള്ള ഇടപെടൽ, രാഷ്ട്രീയമായ ഒരു ഇച്ഛാശക്തി ഇടപെടൽ സാധ്യമാക്കേണ്ടി വരും എന്നാണ്. ശ്രീ എ സജീവൻ, ഈ മുൻ DGP TP സെൻകുമാറിന്റെ റോൾ ഈ ഘട്ടത്തിൽ പറയാതെ വയ്യ. കാരണം ഇത്രയേറെ വലിയ ഒരു വിപ്ലവം അന്വേഷണ രംഗത്ത് ഒരുപക്ഷെ സമകാലിക കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത വലിയ നിർണായകമായ കാര്യം, ഇത്രയേറെ പണവും സ്വാധീനവും ജനശക്തിയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയെ പോലും വേണ്ടി വന്നാൽ പിടിക്കും, തെളിവുകൾ എതിരായാൽ എന്ന വലിയ സന്ദേശം പിണറായി നൽകുകയാണ്, അല്ലെങ്കിൽ പിണറായിയുടെ പോലീസ് നൽകുകയാണ്, ഈ സർക്കാർ നൽകുകയാണ്. ആ ഘട്ടത്തിലായിരുന്നു TP സെൻകുമാറിന്റെ ചില പിൻകുത്തുകൾ, സന്ധ്യയെ അടക്കം, ഈ അന്വേഷണ സംഘത്തിന്റെ ഉൾപ്പെട്ട സന്ധ്യ അടക്കം പറഞ്ഞത് ഈ അന്വേഷണത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പല പരാമർശങ്ങളും TP സെൻകുമാർ നടത്തിയത്. അദ്ദേഹത്തിന് കൂടിയുള്ള മറുപടി ഉണ്ടോ ഇതിൽ? ശ്രീ എ സജീവൻ, ഒരു മാധ്യമ നിരീക്ഷകൻ, മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ. മറുപടികളിലൊന്ന് ഈ സെൻകുമാറിന് തന്നെയാണ്. നമുക്കറിയാം, ഈ കേസ് അന്വേഷിച്ചു പോകുന്നതിനിടയിൽ അദ്ദേഹം അധികാരത്തിലിരിക്കെ, DGP ആയിട്ട് അദ്ദേഹം അധികാരത്തിലിരിക്കെ ആണ് അദ്ദേഹം ഒരു സർക്കുലർ ഇറക്കിയത്. ഈ അന്വേഷണം ശരിയായ ദിശയിലല്ല, ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ കാശ്യപിന് കാര്യമായ വിവരങ്ങളൊന്നും കിട്ടുന്നില്ല, DGP ആയ എനിക്ക് പോലും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ കിട്ടുന്നില്ല, ഇത് സന്ധ്യ നേരിട്ട് നടത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അന്വേഷണത്തിൻ്റെ നിയന്ത്രണം സന്ധ്യയിൽ നിന്ന് മാറ്റിയിട്ട് കാശ്യപിലേക്ക് കൊടുക്കുന്നു എന്നുള്ള കാര്യം സർക്കുലറാക്കി ഇറക്കിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അത് എങ്ങനെ പുറത്തു പോകുന്നത്? അങ്ങനെ DGPക്ക് ഒരു സർക്കുലറായിട്ട് ഇറക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് ഉടൻ തന്നെ പുറത്തു വരികയും ചെയ്തു. അപ്പോൾ തന്നെ ജനങ്ങളുടെ മുമ്പിൽ എത്തുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണം പൂർണ്ണമായിട്ടും അട്ടിമറിക്കപ്പെടുകയാണ്, ഈ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേ വേറെ ചർച്ചകളിൽ സന്ധ്യ അട്ടിമറിച്ച കേസുകളുടെ എണ്ണം പല ആളുകളും പറഞ്ഞിരുന്നു. അപ്പം അതോടുകൂടിയിട്ട് വല്ലാത്ത പ്രശ്നം വന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അദ്ദേഹം റിട്ടയർ ചെയ്യുന്നു. റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹം ഒരു മാസികയ്ക്ക് കൊടുക്കുന്ന, മലയാളത്തിന് കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഈ കേസ് ഒരു തരത്തിലും തെളിയിക്കപ്പെടാൻ പോകുന്നില്ല, കാരണം ഇങ്ങനെയല്ല അന്വേഷണം നടത്തേണ്ടത്. അന്വേഷണം നടത്തണമെങ്കിൽ ആദ്യമായി മുഴുവൻ തെളിവുകളും ശേഖരിക്കണം, മുഴുവൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ പ്രധാനപ്പെട്ട സംശയിക്കുന്ന ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇതൊന്നുമില്ലാതെ 13 മണിക്കൂർ നേരം ഈ തെളിവെടുപ്പ് നടത്തിയത്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ നടത്തിയത് കൊണ്ട് ആകെ കിട്ടാൻ പോകുന്ന സന്ധ്യയ്ക്ക് ഈ സന്ധ്യയുടെ ഒരു ക്രെഡിറ്റിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു ഗിമ്മിക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ DGP സ്ഥാനത്തിരുന്ന ഘട്ടത്തിലും അത് കഴിഞ്ഞും അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ മനസ്സിലാക്കേണ്ടത് ഇത് ജനങ്ങൾക്കിടയിൽ ഈ കേസിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാക്കും, ഇത് ശരിയായ ദിശയിലേക്കല്ല പോകുന്നത് എന്നൊരു പ്രതീതി ഉണ്ടാക്കും. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ കേസ് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വല്ലാത്ത മാനസിക സമ്മർദ്ദവും വല്ലാത്ത തരത്തിലുള്ള ഒരു ഡിപ്രഷനും ഉണ്ടാക്കുമെന്ന കാര്യം ഈ ഉദ്യോഗസ്ഥൻ ആയിരുന്നു. ബോധപൂർവം അദ്ദേഹം സർക്കാരിനെ എതിരായ ഒരു കുത്തു നൽകാൻ വേണ്ടി, ഈ സർക്കാരിനെതിരെ കുത്തു നൽകാൻ വേണ്ടി അന്വേഷണത്തെ പോലും നെഗറ്റീവായി ബാധിക്കാവുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ പോക്കിനെയൊക്കെ ബാധിക്കാവുന്ന രീതിയിലേക്ക്, ഇരകൾക്ക് നീതി കിട്ടാതിരിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ പോകേക്കാവുന്ന വലിയ കുത്താണത് എന്നാണ് അതിൻ്റെ കൾമിനേഷനെ സംബന്ധിച്ച് എ സജീവൻ നിരീക്ഷിച്ചത്. തീർച്ചയായും അടുത്തത് ഇനി നമുക്ക് പല്ലിശ്ശേരിയിലേക്ക് പോകാം. പല്ലിശ്ശേരി, ഇവിടെ ഉയർന്ന ഒരു ചോദ്യം, ഉറച്ചു നിൽക്കുമോ മഞ്ജു വാര്യർ എന്നുള്ളതാണ്. തീർച്ചയായും പല്ലിശ്ശേരി, ഇവിടെ പറഞ്ഞിരുന്നത് ഈ അന്വേഷണ സംഘത്തിനും സർക്കാരിനും ഒപ്പം ഇപ്പോൾ
ഈ നടനെതിരെ ആക്ഷേപം ഉന്നയിക്കുകയും തെളിവുകൾ നൽകുകയും ചെയ്യുന്ന സിനിമാ കോണുകൾ അതുപടി നിലനിൽക്കുമോ എന്നതാണ് ഇവിടെ ഉയർന്ന ഒരു ചോദ്യം. മഞ്ജു വാര്യർ ഈ രീതിയിലേക്ക് തുടരുമോ? ഈ രീതിയിൽ ദിലീപിനെതിരെ ഇപ്പോൾ പല തെളിവുകളും നൽകാൻ തയ്യാറായവർ അതിൽ ഉറച്ചു നിൽക്കുമോ എന്നൊക്കെ താങ്കളുടെ നിരീക്ഷണത്തിൽ, സിനിമാ അനുഭവത്തിന്റെ നിരീക്ഷണത്തിൽ? മഞ്ജു വാര്യർ ഒരേ സമയം അമ്മ കൂടിയാണ്. മാത്രമല്ല, ഈ ഡൈവേഴ്സ് പ്രശ്നത്തിൻ്റെ പേരിൽ വളരെ മോശമായ കാരണങ്ങൾ സ്വന്തം മകളെ കൊണ്ട് പറയിപ്പിച്ച ക്രൂരനാണ് ദിലീപ്. എന്നിട്ട് പോലും ഇന്നലെ ദിലീപിനെ അറസ്റ്റ് ചെയ്ത ആ വാർത്ത കേട്ട നിമിഷത്തിൽ ഇപ്പോൾ ദിലീപ് മഞ്ജുവിൻ്റെ ആരുമല്ലാതിരുന്നിട്ട് കൂടി കമലിൻ്റെ ലൊക്കേഷനിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ കാര്യം പലർക്കും അറിയാവുന്നതാണ്. അപ്പം അത്രമാത്രം വേർപിരിഞ്ഞിട്ട് പോലും അത്രമാത്രം സ്നേഹം ഉള്ളിലൊതുക്കുന്ന. പക്ഷേ മഞ്ജു വാര്യർ അങ്ങനെ പൊട്ടിക്കരഞ്ഞു, കമലിന്റെ ലൊക്കേഷനിൽ വെച്ച് മഞ്ജു വാര്യർ അങ്ങനെ പൊട്ടിക്കരഞ്ഞു എന്നുള്ളതിന് മറ്റൊരു മാനം കൂടിയില്ലേ? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് ഈ ആക്രമണത്തിനിരയായ നടിയോട് ദിലീപിന് വൈരാഗ്യമുണ്ടാകാൻ കാരണം മഞ്ജു വാര്യരിലേക്ക് ചില കാര്യങ്ങൾ എത്തിച്ചു എന്നതാണെന്നാണ്. അപ്പോൾ തന്നെ കാരണമാണല്ലോ ആ നടിക്ക് ഈ വലിയ ദുർഗതി ഉണ്ടായത് എന്ന പശ്ചാത്താപം കൂടിയാകില്ലേ മഞ്ജു വാര്യറിന്റെ കരച്ചിലിന് പിന്നിൽ? അത് ഒരു കാരണമായിരിക്കും. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് വേറെ രീതിയിലാണ്. കാരണം ഇപ്പൊ മകള് വളരെ സേഫായിട്ട് അച്ഛൻ്റെ കൂടെ ഉണ്ട് എന്നാണ് മഞ്ജു ധരിച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ദിലീപ് പോലും ഈ അവസ്ഥയിൽ വരുമ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ, ആ കുട്ടിയെ വേട്ടയാടല്, ഇതെല്ലാം ഒരു നിമിഷം മഞ്ജു എന്ന അമ്മ ചിന്തിച്ചു പോയി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. മാത്രമല്ല, മഞ്ജു പരസ്യമായിട്ട് ഇന്നേ വരെ ദിലീപിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല എന്ന് ആലോചിക്കണം. സ്ക്രീനിന് പുറത്ത് മഞ്ജു നിൽക്കുന്നു, സ്ക്രീനിൽ പുറത്ത് നിന്നുകൊണ്ട് വളരെ ശക്തമായ കളിയും കളിക്കുന്നുണ്ട് സത്യസന്ധമായ രീതിയിൽ. പക്ഷേ മഞ്ജു എന്തൊക്കെ തുറന്നു പറയും, അതിവിടെ ഒരു ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കാരണം മഞ്ജു ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഭർത്താവ് അല്ലെങ്കിൽ കൂടി തൻ്റെ മകളുടെ അച്ഛനാണ് എന്നുള്ള വലിയ സ്ഥാനം ദിലീപിന് കൊടുക്കുന്നുണ്ട്. അതേസമയം തന്നെ ഒരു പക്ഷേ നിൽക്കുന്നവരാണോ മഞ്ജു വാര്യരെ പോലുള്ള വ്യക്തിത്വം എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. പല്ലിശ്ശേരി, അതായത് ദിലീപും തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മഞ്ജു വാര്യരെ കുറിച്ച്. അവരുടെ കുടുംബ പ്രശ്നമാണ് ഈ ക്രൈമിലേക്ക് എത്തിയത് എന്നതുകൊണ്ടാണ് ആ കുടുംബ പ്രശ്നം ചർച്ച ചെയ്തത്, അല്ലാതെ നമ്മൾ മറ്റൊരു രീതിയിലേക്ക് ചർച്ചയെ കൊണ്ടുപോവുകയല്ല. പക്ഷേ ഇവിടെ നമുക്കറിയേണ്ടത് ദിലീപ് ആ ഓൺലൈൻ താങ്കൾക്കെതിരെ പറഞ്ഞ അതേ ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ്. അവിടെയും ദിലീപ് പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു നല്ല സെറ്റിൽമെന്റിൽ പിരിഞ്ഞതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് പരസ്പര ബഹുമാനം. ഈ ഒരു ട്രെൻഡാണ് നമുക്ക് തോന്നിക്കുന്നത് ദിലീപിന്റെ ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോൾ. അങ്ങനെ അല്ല. ആ ഓൺലൈൻ എഡിറ്റ് ചെയ്തിട്ടുള്ളതാണത്. ആ ഓൺലൈനിൽ ഷൂട്ട് ചെയ്ത ആൾക്കാരായിട്ടൊക്കെ എനിക്ക് ബന്ധമുള്ളതാണത്. ആ ഓൺലൈനിൽ മഞ്ജു വാര്യരെക്കുറിച്ചും ഈ പീഡനത്തിലായ പെൺകുട്ടിയെക്കുറിച്ചും വളരെ നികൃഷ്ടമായ രീതിയിൽ, അതായത് ഒരു സ്ത്രീയെ ഏതെല്ലാം രീതിയിൽ, അതായത് സ്ത്രീയുടെ റേറ്റ് പോലും പുറത്തു പോയാൽ ലഭിക്കുന്ന റേറ്റിനെ കുറിച്ച് പോലും വളരെ മോശമായ രീതിയിൽ അവിടെ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം എഡിറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അത് ഞാൻ പിന്നെ വീണ്ടും അത് എടുത്ത് എഴുതി എന്നുള്ളതാണത്. അപ്പോൾ അത്രയും സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ദിലീപ് കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം മഞ്ജു വാര്യർ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് വരെ മഞ്ജുവിൻ്റെ വായിൽ നിന്ന് ദിലീപിനെ കുറിച്ച് മോശമായൊരു വാക്ക് വീണിട്ടില്ല. കാരണം ഈ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പോലും ഒരിക്കലും ഡൈവേഴ്സ് ഉണ്ടാകില്ല, താനും ഭർത്താവും കുഞ്ഞും ഒരുമിച്ച് ജീവിക്കുമെന്നുള്ള വിശ്വാസം, ഒരു പ്രതീക്ഷ മഞ്ജുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒന്നും എടുക്കാതെ ഉടുവസ്ത്രത്തോടു കൂടി തൻ്റെ വീട്ടിലേക്ക് മഞ്ജു പോകാൻ കാരണം ആലോചിക്കണം. ഒന്നും സ്വീകരിച്ചിട്ടില്ല. പക്ഷെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. വളരെ പ്ലാൻഡ് ആയിരുന്നു ദിലീപ് കാവ്യമാധവനെ സ്വീകരിക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിരുന്നു. എങ്ങനെയെങ്കിലും മഞ്ജുവിനെ ഒഴിവാക്കുവാനുള്ള തന്ത്രം മാത്രമായിരുന്നു ആ മനുഷ്യനുണ്ടായിരുന്നത്. ഇത് അറിയാൻ മഞ്ജു വൈകിപ്പോയി എന്നുള്ളതാണത്. മനുഷ്യനാണ്, എത്ര ശക്തയായ സ്ത്രീ ആയാലും ഒരു നിമിഷം തൻ്റെ പ്രായപൂർത്തിയായ മകളെക്കുറിച്ച്, മകളെ തനിക്ക് സ്നേഹിക്കാനും കഴിയുന്നില്ല, മകൾ തൻ്റെ കൂടെ ഇല്ല. പക്ഷേ ഈ അവസ്ഥയിൽ 3 പേരും 3 സ്ഥലത്താണല്ലോ എന്ന് വലിച്ച് ഒരു വേദനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. മനുഷ്യരാണെന്ന് ആലോചിക്കണം. ശ്രീ എം നൗഷാദ് MLA, അതായത്
മുൻ DGPയുടെ കാര്യം നേരത്തെ A. സജീവൻ അടക്കം സൂചിപ്പിക്കുകയും ചെയ്തു. താങ്കൾ ചിലത് പറഞ്ഞു വരികയും ചെയ്തു, പക്ഷേ ഇവിടെ വ്യക്തമായില്ല, കേട്ടില്ല. അതായത് ഈ മുൻ DGPക്ക് കൂടി, അതായത് TP സെൻകുമാറിന് കൂടി ഈ കേസിനെയും ഈ അന്വേഷണത്തെയും വഴി ഈ സർക്കാരിനെതിരെ ഒരു അടിയിരിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ TP സെൻകുമാർ ആ രീതിയിൽ ഈ അന്വേഷണം സംബന്ധിച്ച് സൂചിപ്പിച്ചത്? അങ്ങനെ സൂചിപ്പിച്ച TP സെൻകുമാറിന് കൂടിയുള്ള അടിയാണോ ഇന്നലെയും ഇന്നുമായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നോട്ടാണോ ആജം? അതെ 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 എന്നോടാണോ? അതെ അതെ, ശ്രീ M. നൗഷാദ് MLA യോട്. അല്ല, സെൻകുമാർ എന്ന് പറഞ്ഞത് സെൻകുമാർ എന്താണ് എന്നുള്ളത്, അതെ, സെൻകുമാർ എന്താണെന്ന് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. എന്തല്ല കോലാഹലമായിരുന്നു. പക്ഷെ സംഘി മനസ്സുമായിട്ടാണ് ഇത്രയും കാലം അദ്ദേഹം നടന്നിരുന്നതെന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ വെളിവാക്കപ്പെട്ടു. അദ്ദേഹം DGP ആയിരുന്ന സമയത്ത് ഗവേഷണം നടത്താൻ IS-നെ കുറിച്ചും മുസ്ലിം ജനസംഖ്യയെക്കുറിച്ചും ഒക്കെ ഗവേഷണം നടത്തിയ സമയത്ത് ഈ കേസിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ എന്താ? ഇദ്ദേഹത്തിന്റെ മനസ്സെന്താണെന്ന്, ഇദ്ദേഹം ആരോടൊപ്പമാണ് സഹകരിക്കുന്നതെന്നൊക്കെ ഉള്ളത് വളരെ നേരത്തെ തന്നെ പിന്നാമ്പുറ വർത്തമാനങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഇവിടെ ഒരു സംഘടനയുടെ, കേരളത്തിലെ ഒരു രാഷ്ട്രീയ സംഘടനയുടെ രൂപീകരണത്തിന്റെ പിന്നിൽ അതിനെ BJPയുമായി കൂട്ടിയോജിപ്പിക്കുന്നതിലൊക്കെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നായിരുന്നു പിന്നാമ്പുറ വർത്തമാനം. പക്ഷെ ഇപ്പോൾ അത് സത്യമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഈ അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അറിയിച്ചിരുന്നെങ്കിൽ ഇത് അട്ടിമറിക്കപ്പെട്ടേനെ. ഇത് ബഹുമാന്യ മുഖ്യമന്ത്രി നേരിട്ട് ആയിരിക്കാം ഇതിന് അന്വേഷണത്തിന്റെ നിയന്ത്രണം ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാൾ അറിയണമല്ലോ. അത് പിന്നെ ADGP എന്തായാലും DGPക്ക് മുകളിലുള്ള DGP അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരിക്കുമല്ലോ, സ്വാഭാവികമല്ലേ. അപ്പോൾ ആ തരത്തിൽ അന്വേഷണം പോയത് കൊണ്ടാണ് ഇത് ഈ തരത്തിലേക്കായത്. അദ്ദേഹത്തിന് അതിനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു എങ്കിൽ തീർച്ചയായും ഈ തരത്തിലേക്ക് ഇത് വരുത്തില്ലായിരുന്നു. ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും ഏതെല്ലാം തരത്തിൽ മോശക്കാരാക്കാം എന്ന് വേണ്ടി പരിശ്രമിച്ചിരുന്നയാളായിരുന്നു. അപ്പോൾ അത് വളരെ ബോധപൂർവ്വം അദ്ദേഹം നടത്തിയപ്പോൾ ഇപ്പൊ ദിലീപിന് വർഷങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണല്ലോ ഇതെല്ലാം ചെയ്തത്. അതുപോലെ തന്നെ ഈ പോലീസിലെ ഒരു ദിലീപാണ് ശ്രീ സെൻകുമാർ എന്നുള്ളത് അദ്ദേഹം DGP സ്ഥാനം ഒഴിഞ്ഞിട്ട് നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിമുഖങ്ങളും ഇപ്പൊ അദ്ദേഹത്തിനെ കാണാൻ പോകുന്നവരും അദ്ദേഹം ആരൊക്കെയായിട്ടാണ് ചർച്ച ചെയ്യുന്നതെന്നൊക്കെ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് കൂടി തന്നെ ഉള്ള ചൂട്ട മറുപടി തന്നെയാണ് ഈ അദ്ദേഹം ഒഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇത്ര പ്രമാദമായ ഒരു കേസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ശ്രീ അജ്മൽ, അതായത് M. നൗഷാദ് MLA ഉപയോഗിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് TP സെൻകുമാർ എന്നത് ആ രംഗത്തെ ദിലീപാണെന്ന്, അതായത് എല്ലാ ദുഷ്പ്രവണതകളുടെയും പ്രതീകമായി ദിലീപ് എന്ന സിനിമാക്കാരൻ മാറുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ ഘട്ടമെത്തിയോ? അതിനർഹനാണോ ദിലീപ്? ഒന്ന്. രണ്ട്, ഇനി ഈ അന്വേഷണത്തിന്റെ പോക്ക്, മാക്ട ആദ്യം മുതൽ തന്നെ ദിലീപിനെതിരെ ശബ്ദമുന്നയിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള പോക്ക് ആരിലേക്കൊക്കെ ആയിരിക്കും അജ്മൽ? സെൻകുമാറിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കേരള ജനത മുഴുവൻ കണ്ടത് 2 ദിവസമായിരുന്നു. കാരണം പുള്ളി പബ്ലിസിറ്റിക്ക് വേണ്ടി ആൾക്കാരെ കയ്യടി കിട്ടാൻ വേണ്ടി ഇയാൾ എന്തൊക്കെ കാണിക്കുന്നു, സംഘപരിവാറിന്റെ ഒരു പാളയത്തിലേക്ക് പുള്ളി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, 1. 2, ഇന്ന് ഈ കേസ് അന്വേഷണം നല്ല രീതിയിൽ പോയില്ലെങ്കിൽ ഇദ്ദേഹം ഇന്ന് DGP ആയിരിക്കുകയാണെങ്കിൽ പുള്ളി ഒരു നല്ല മുസ്ലിം തീവ്രവാദികളൊന്നും അടി ആക്രമിച്ചതൊക്കെ പറയും. അതുകൊണ്ട് അദ്ദേഹം വിരമിച്ചുകൊണ്ട് നല്ല സത്യാവസ്ഥ തുറക്കപ്പെട്ടു. അത് നല്ല സന്തോഷമുള്ള. നമുക്ക് സെൻകുമാറിനെ വിടാം. അല്ല, സെൻകുമാറിനെ അടക്കമുള്ള ദുഷ്പ്രവണതകളുടെ പര്യായമായി ശ്രീ M. നൗഷാദ് MLA പോലും ഉയർത്തിക്കാട്ടിയത് ദിലീപിനെയാണ്. അങ്ങനെ ദിലീപായി മാറി എന്നുള്ളതാണ്. അമ്മ എന്ന സംഘടനയും ഫെഫ്ക എന്ന ഗുണ്ടായിസ സംഘടനയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പൂർണ്ണ സ്വാതന്ത്ര്യം, പരിപൂർണമായി കൊടുത്തത് മാക്ട ഫെഡറേഷൻ ആണ്. ഏതായാലും ഇത് അന്വേഷണ രീതിയിലും സത്യസന്ധമായി പോകുന്നില്ല നല്ല വിശ്വാസവും ഈ ഗവൺമെന്റിൽ പോക്ക് എങ്ങോട്ടേക്കായിരിക്കും? അജ്മൽ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? അതായത് തുടർന്നുള്ള പോക്ക് എങ്ങോട്ടേക്കായിരിക്കും? ഏതൊക്കെ തരത്തിലേക്ക് ഇത് വിന്യസിക്കും? മലയാള സിനിമയിൽ ഇനിയും ഇത് റിയൽ എസ്റ്റേറ്റ് ഗുണ്ടാ മാഫിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന വലിയൊരു ഭവിഷ്യത്ത് എന്ന് മലയാള സിനിമ നല്ലൊരു കാഴ്ചപ്പാടിൽ വന്നിരിക്കുകയാണ്. 1. 2,
ഈ പറയുന്ന നാദൃശ റിയൽ എസ്റ്റേറ്റ് 3 ഈ പറയുന്ന ഈ ആലുവ MLA അൻവർ സാദത്തും ദിലീപ് നല്ല ബന്ധം പകൽ പോലെ മലയാള സിനിമക്കാർക്കും എറണാകുളംകാർക്കും അത്യാവശ്യം അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം. അന്വേഷണം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അൻവർ സാദത്തിനെ ചോദ്യം ചെയ്താൽ ഇദ്ദേഹത്തിന്റെ ബിനാമി ഇടപാട് കുറെ കാര്യങ്ങൾ കിട്ടുമെന്ന് തോന്നുന്നു. ചിലപ്പം അൻവർ സാദ് പെടാതിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു, പെടാതിരിക്കാൻ ശ്രമിക്കൂ. തീർച്ചയായും അൻവർ സാദത്തിന്റെ ഒരു പേരിങ്ങനെ പരാമർശിക്കുന്നു. ശ്രീ എം നൗഷാദ്, ഞങ്ങളുമൊക്കെ ഇങ്ങനെ കേട്ടു, എന്താണ് അതിന്റെ കാര്യം? അതിനെക്കുറിച്ചൊന്നും അങ്ങനെ ആധികാരികമായി പറയാൻ നമ്മളിപ്പോൾ ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് വരെ ഞാൻ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ച പോലീസിനെ വിട്, അവരവരുടെ ജോലി ചെയ്യട്ടെ, അവരെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളും മറ്റുമൊക്കെ നടത്തുന്നത് എന്തിനാണ് എന്നാണ് ചോദിച്ചത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ശ്രീ അൻവർ സാദത്തായാലും ഏത് ഉന്നതനായാലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇപ്പൊ അവരുടെ എല്ലാം മനസ്സിൽ 9ാം ഉത്സവം തുടങ്ങിയിട്ടുണ്ട്, ഒരു സംശയവുമില്ല. കേരളത്തിൽ ഈ കേസ് മാത്രമായിട്ടില്ല, ഏതെല്ലാം തരത്തിലുള്ള ക്രിമിനൽ ടെൻഡൻസിയോടുകൂടി ഏതെല്ലാം മാഫിയ പ്രവർത്തനം നടത്തിയിട്ടുള്ള മുഴുവൻ പേരുടെയും മനസ്സിൽ 9ാം ഉത്സവം തുടങ്ങി. കാരണം ഇവിടെ അതിനെതിരായി പരാതി കൊടുത്താൽ ചോദിക്കാനും പറയാനും അറസ്റ്റ് ചെയ്യാനും ആർജവമുള്ളൊരു ഗവൺമെന്റും അതിന് നേതൃത്വം നൽകുന്ന ഒരു മുഖ്യമന്ത്രിയുമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കേരള സമൂഹത്തിന് ബോധ്യമായിട്ട്. അതുകൊണ്ട് തന്നെ ഇവരെ പോലുള്ള ക്രിമിനൽ സെന്റൻസി ഉള്ളവർക്കും ആ പ്രവർത്തനം നടത്തുന്നവർക്കും ഗുണ്ടാ സംഘങ്ങൾക്കുമെല്ലാം ഉള്ള മുന്നറിയിപ്പാണ്, അവർക്കുള്ള മെസ്സേജാണിത്. എത്ര വലിയ ഉന്നതനായാലും എത്ര വലിയ വമ്പൻ സ്രാവായാലും കുടുങ്ങും. അതിൽ അൻവർ സാദത്തും ആയാലും മറ്റാര ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും എത്ര ഉന്നതനായാലും ഇതിൽ കുടുങ്ങും. അതിന്റെ തുടർ അന്വേഷണം ഇവിടം കൊണ്ട് ഇന്നിപ്പോ കുറ്റപത്രം സമർപ്പിച്ചു, ദിലീപിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നില്ലല്ലോ. ഇതിന്റെ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും, അറസ്റ്റ് ഉണ്ടാകും. ഇതിന്റെ കൃത്യത വരുത്തിക്കൊണ്ട് മാത്രമേ പോലീസിന് ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയുകയുള്ളൂ. ഈ ഫയൽ ക്ലോസ് ചെയ്യാൻ പോലീസിന് കഴിയുകയുള്ളൂ. തീർച്ചയായും ആര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും. തീർച്ചയായും ശ്രീ എ സജീവൻ അങ്ങനെയാണ്. ഒരു കോൺഗ്രസിന്റെ MLA ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ വളരെ പക്വതയോടുകൂടിയാണ് എം നൗഷാദ് MLA അതേ സംബന്ധിച്ച് പ്രതികരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരും ആ രീതിയിൽ പക്വമായി തന്നെയാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത്. ആരെയും നിരപരാധികളെ ഇതിനകത്തേക്ക് വലിച്ചഴയ്ക്കാനോ തെളിവുകളില്ലാത്തവരെ വലിച്ചഴയ്ക്കാനോ പോകുന്നില്ല. പക്ഷേ തെളിവുകളുണ്ട് എങ്കിൽ, കുറ്റക്കാരാണെങ്കിൽ കൃത്യമായി എത്ര ഉന്നതനായാലും പിടികൂടുമെന്ന സന്ദേശം ഒരുപക്ഷേ സർക്കാരിനെതിരെ ഇപ്പോൾ വരെ ഉയർത്തിയ കാര്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് എങ്കിലും ഇനിയുള്ള ഈ കേസിന്റെ പോക്കിനെ സംബന്ധിച്ച് താങ്കൾ നിരീക്ഷിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ഏതൊക്കെ തലങ്ങളിലേക്കായിരിക്കും ഇനി ഇത് പടർന്നൊഴുകാൻ പോവുക? ഇതിന്റെ അന്വേഷണത്തിന്റെ വ്യാപ്തി സിനിമാ മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കുമോ? ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ശ്രീ എ സജീവൻ, ഈ കേസ് ഇപ്പോൾ ഇതിൽ കുറ്റം ചെയ്ത ആളുകളെ പിടിച്ചു, രണ്ടാമത് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ഒരാൾ അറസ്റ്റിലായി. പക്ഷേ നമുക്ക് തന്നെ അറിയാവുന്ന പോലെ പൾസർ സുനി പറഞ്ഞത് വൻ സ്രാവുകൾ ഉണ്ട് എന്നാണ്. അപ്പോൾ ദിലീപിൽ മാത്രം നിൽക്കുന്നില്ല, ഒരു സ്രാവ് മാത്രമേ ആയിട്ടുള്ളൂ, ബാക്കിയുള്ള സ്രാവുകൾ കൂടി പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതാരൊക്കെയാണെന്നുള്ള അറിയണം. ഇപ്പോൾ തന്നെ ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല, ഒരു MLA പൾസർ സുനിയെ പലതവണ, പൾസർ സുനി MLA വിളിച്ചു എന്നല്ല, ഒരു MLA പൾസർ സുനിയെ പലതവണ വിളിച്ചു എന്നുള്ള ഒരു ഊഹാപോഹം പുറത്തു വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ ഈ പ്രതികളിൽ ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, പൾസർ സുനിയെ രക്ഷിക്കാനോ അതല്ലെങ്കിൽ ദിലീപിനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൻസ്രാവുകളെ രക്ഷിക്കാനോ ഉള്ള ശ്രമമായിരിക്കാം. അതോടൊപ്പം തന്നെ എല്ലാ സംഭവങ്ങളിലും ഒരു രാഷ്ട്രീയ താല്പര്യവും ഈ ഏത് മാഫിയ പ്രവർത്തനങ്ങളോടും ചേർന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ പല ആളുകളും ഉൾപ്പെട്ടു പോകുന്നൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഇതൊരു ആക്രമിക്കപ്പെട്ട കേസിന് അപ്പുറത്തേക്ക് നടക്കുന്ന വേറെ പലതുണ്ട്. നമ്മളിപ്പോഴും പുറത്തു വരാതെ കിടക്കുന്ന ഈ നടിയെ ആക്രമിച്ച അതേ ദിവസം നടനും സംവിധായകനുമായ ലാല് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇതേ രീതിയിൽ 3 നടിമാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, അത് സിനിമാ ലോകത്ത് ഒതുങ്ങിപ്പോവുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. പലിശ്ശേരിക്ക് കൃത്യമായിട്ടൊരു പക്ഷെ പറയാൻ പറ്റും. ഇതേപോലെ ഉള്ള ആക്രമണം ഉണ്ടെങ്കിൽ മറ്റു പല രീതിയിലും ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ മറ്റു പല രൂപത്തിലും ഉപയോഗപ്പെടുന്നു. നേരത്തെ സുരേഷ് കുമാർ പീപ്പിൾ ടിവിയിലൂടെ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. ശ്രീ ധന്യരാമൻ, അതായത് ഒരുപാട് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട
കാര്യങ്ങൾ സിനിമാ മേഖലയിലുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഐസ്ബർഗ് പോലെയാണ് ഇപ്പോൾ ദിലീപിൻ്റെ കാര്യം എന്നാണ് പറയുന്നത്. മുൻപ് ഇതുപോലൊരു നടിയെ ഇതേ പൾസർ സുനി പലതവണ പീഡിപ്പിക്കാനായി ശ്രമിച്ചു, അല്ലെങ്കിൽ അത്തരം ഒരു രീതികളുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ മുൻകാല പ്രാബല്യത്തോടു കൂടി അന്വേഷണത്തോട് കൂട്ടിച്ചേർക്കണമോ? അയ്യോ സന്ധ്യ മാഡം, ഈ കേസ് ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാനായിട്ട് ഈ നടികളുടെ അടുത്തൊക്കെ എല്ലാവരെയും ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ അപ്പോൾ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് പോകുന്നുണ്ട്. എന്തിനാണ് ഇവരിപ്പോഴും ഭയക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇത്രയും സ്ത്രീകൾക്ക് ഈ സിനിമാ മേഖലയിലെ വനിതാ തൊഴിലാളി സംഘടനയ്ക്ക് പൊതുസമൂഹത്തിൻ്റെയും രാഷ്ട്രീയ കേരളത്തിൻ്റെയും ഒക്കെ വലിയൊരു പിന്തുണയാണ് കിട്ടിയിരിക്കുന്നത്. ഈ പിന്തുണ അവർ ഈ ഒരു അവസരത്തിൽ ഉപയോഗിക്കണം. ഈ ഒരു അവസരത്തിൽ ഉപയോഗിച്ചാൽ മാത്രമേ അവർക്ക് ശക്തമായി മുമ്പോട്ടേക്ക് വരാൻ കഴിയുള്ളൂ. അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ളൊരു ലക്ഷ്യം കൈവരിക്കാൻ കഴിയില്ല. അതിന് ഇവർ നിൽക്കുന്നില്ല എന്നുള്ളതാണോ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ ഒരു അവസരത്തിൽ ADGP സന്ധ്യ മാഡം തന്നെ ഇവരെല്ലാവരെയും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഈ രീതിയിലുള്ള പരാതി ഉണ്ടായിട്ടുണ്ട് മുമ്പും 4-5 പ്രാവശ്യം മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ സന്ധ്യ മാഡത്തെ കുറിച്ച് മുൻ DGP TP സെൻകുമാർ പറഞ്ഞതിനെ കുറിച്ച് എന്താണ് ധന്യ രാമന് പറയാനുള്ളത്? പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഇന്റേണൽ ഇഷ്യൂസിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഡിപ്പാർട്ട്മെന്റിൽ കുറെ പ്രശ്നങ്ങൾ ഇപ്പോഴും പേടിക്കുന്നതിന്റെ കാര്യം മനസ്സിലാക്കാം. എന്തിനാണ് ധന്യരാമൻ അതല്ല IPSകാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മളത് പഠിക്കണം, എന്താ പരിഹരിക്കണം എന്നുള്ളതാണ്. അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട്. അതാണ് സ്ത്രീപക്ഷത്തിനൊരു ആർജവമല്ല ഒരു കാര്യം പറയുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ ഒരു അവരുടെ ജൂനിയർ ആയിട്ടുള്ള ADGP സന്ധ്യ മാഡത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഒന്ന് കുത്തി നോക്കാൻ വേണ്ടി ശ്രമിച്ചത് അതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും എന്തായിരുന്നാലും കുറച്ചു കാലം കുറേയേറെ പേരെ പറ്റിക്കാനാകും, കുറെ കാലം കുറെ അധികം പേരെ പറ്റിക്കാനാകും. പക്ഷെ എല്ലാ കാലവും എല്ലാ പേരെയും പറ്റിക്കാനാകില്ല. മാർക്കണ്ഡേയ മുനി പറഞ്ഞതുപോലെ സത്യം ഒറ്റക്കാലിലെങ്കിലും കലിയുഗത്ത് നിൽക്കും. അങ്ങനെ കൂടി അതിനൊരു പുനരാഖ്യാനം കൊടുക്കാവുന്നതാണ്. ദിലീപ് കുടുങ്ങി, ഇനി ആരൊക്കെ കുടുങ്ങും, എന്തൊക്കെ വ്യാപ്തിയിലേക്കാണ്? ഇച്ഛാശക്തിയുള്ള സർക്കാരിൽ തന്നെയാണ് പ്രതീക്ഷ. ഒപ്പം അന്വേഷണ സംഘത്തിനും അനുകൂലമായ ധ്വനികൾ കേരളം മുഴക്കിയും കഴിഞ്ഞു. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് പൂർണ്ണമാകും.